വിഷുദിനത്തിൽ ഭഗവാനെ കണി കാണാൻ ആയിരങ്ങൾ എത്തുന്നു. എല്ലാ ദിവസവും 3 മണിക്ക് തുറക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം വിഷുദിനത്തിൽ 2:30-ക്ക് തുറക്കും. അതിനു മുമ്പായി മേൽശാന്തിയും കീഴ്ശാന്തിക്കാരും മറ്റും രുദ്രതീർത്ഥത്തിൽ കുളിച്ചു വന്ന് കണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ 5 വെള്ളിക്കവര വിളക്കുകൾ കത്തുന്നതിന്റെ തെക്കുവശത്തായിട്ടാണ് കണിയൊരുക്കുന്നത്. സ്വർണ്ണ സിംഹാസനത്തിൽ ആനത്തലക്കെട്ട് വെച്ച് അതിന്മേൽ സ്വർണ്ണത്തിടം എഴുന്നള്ളിച്ചു വയ്ക്കുന്നു. അതിനു മുന്നിലായി ഒരു ഉരുളിയിലാണ് കണിയൊരുക്കുന്നത്. അക്ഷതം നിരത്തി അതിനു മുകളിൽ അലക്കിയ മുണ്ട്, ഗ്രന്ഥം, വാൽക്കണ്ണാടി, കണിവെള്ളരി, കണിക്കൊന്ന, ചക്ക, മാങ്ങ, നാളികേരം, ഉടച്ച 2 മുറി നാളികേരത്തിൽ നെയ്യ് നിറച്ച് തിരിയിട്ട് കത്തിച്ചു വെച്ചത് എന്നിവയാണ് കണിക്കുള്ളത്. കണി സമയത്തിനു മുമ്പ് മേൽശാന്തിയും കൂട്ടരും ശ്രീലകത്ത് പ്രവേശിച്ച് നെയ്വിളക്കുകളെല്ലാം കത്തിച്ചു വയ്ക്കും. സോപാനത്തും 5 തിരിയിട്ട വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. മേൽശാന്തി ആദ്യം ഗുരുവായൂരപ്പനെ കണി കാണിച്ച ശേഷം 2:30-ക്ക് തന്നെ ശ്രീകോവിലിന്റെ നട ഭക്തർക്ക് കണി കാണാനായി തുറന്നു കൊടുക്കും. കണ്ണടച്ചും കണ്ണുകെട്ടിയും നിൽക്കുന്ന ഭക്തർ ശ്രീകോവിലിന് മുന്നിലെത്തി കണ്ണു തുറന്ന് കണി കണ്ട് കാണിക്കയർപ്പിക്കും. നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണം വെച്ച് ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഹനുമാനെയും വണങ്ങി ആദ്യമെത്തുന്ന കുറച്ചു പേർക്ക് മേൽശാന്തിയിൽ നിന്ന് കൈനീട്ടം കിട്ടും. നാലമ്പലത്തിനകത്തു നിന്നും പുറത്തു കടന്ന് ഭഗവതിയെയും അയ്യപ്പനെയും ശിവനെയും തൊഴുത് പ്രദക്ഷിണമായി പുറത്തു കടന്നാൽ കണിദർശനം മുഴുവനാകും.